ബാ 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 ബാ. ഇത്ര വലുപ്പത്തിൽ കഴുകിയിട്ട് എന്തിനാ അമ്മയെ നിങ്ങൾ അങ്ങോട്ട് പോയത്? നമ്മളെ വീട് ഇതല്ലേ. ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഒത്തിരി നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു കുഞ്ഞു വ്ളോഗായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ വളയത്തെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങളെ കോഴി ഇങ്ങനെ കൂക്കുന്നുണ്ട് കേട്ടോ. കൂട്ടിൽ നിന്നിട്ട് അതിനെ വിട്ടിട്ടില്ല, അന്ന് പുറത്തേക്ക് വിട്ടിട്ടില്ല. അപ്പോൾ ചെറിയ ചെറിയ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു, ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ചെടി നനക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇപ്പോൾ നല്ല വെയിലല്ലേ, രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ തന്നെ വെയിൽ നല്ല ചൂടായിരിക്കും. അപ്പോൾ നന്ന രാവിലെ അമ്മ നനയ്ക്കും കേട്ടോ ചെടികളൊക്കെ. അതായത് ഒരു 7 മണി 7:30-ൻ്റെ ഉള്ളിൽ അമ്മ ചെടികൾ നനയ്ക്കും. പിന്നെ എൻ്റെ കുളി കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആകുമ്പോൾ ഞാനൊന്ന് നനയ്ക്കും. ഇതിപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഒരു 9:30 മണി ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നനയ്ക്കുകയാണ്. ചെടികൾ എത്ര നനച്ചിട്ടും കാര്യമില്ല. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഈ വെള്ളത്തണ്ട് പോലുള്ള ചെടികളല്ലേ, നമ്മുടെ പോപ്പിച്ചെടികൾ, ചൈനീസ് ബാൾസം അതുണ്ട്. പിന്നെ ഈ കളർ ചെടികൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നല്ല വെള്ളം വേണം. നമ്മൾ എത്ര നനച്ചാലും പിന്നെയും പിന്നെയും ഇങ്ങനെ വാടിക്കൊണ്ടേ നിൽക്കും. എന്നാലും ഈ കളർ ചെടികൾക്കൊക്കെ നല്ല വെള്ളം കൊടുത്താലേ നല്ല കളറ് വരും. നല്ല വെയിലും നല്ല വെള്ളവും കിട്ടുമ്പോൾ നല്ല കളറായിരിക്കും. ഇപ്പോൾ എൻ്റെ പരീക്ഷണങ്ങൾ അധികം കളർ ചെടികളിലാണ് കേട്ടോ. അതായത് ഇതിന് പൂക്കളൊന്നും അധികം ഉണ്ടാവില്ല, പക്ഷേ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. നല്ല വെയിൽ തട്ടണം, പിന്നെ നല്ല വെള്ളവും വേണം. പിന്നെ ചൈനീസ് ബാൾസം ചെടികളെ പോലെ നന്നായിട്ട് പരിചരണമൊന്നും ഇവർക്ക് ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമായിട്ട് വളമിട്ട് കൊടുത്താൽ മതി. പച്ചക്കറീൻ്റെ വേസ്റ്റോ അല്ലെങ്കിൽ ചായപ്പൊടീൻ്റെ മട്ടോ അല്ലെങ്കിൽ ഇടയ്ക്ക് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും നല്ലതായിരിക്കും. ഉമ്മറൊക്കെ തുടച്ചുകൊണ്ടിരുന്നപ്പോഴേ ഉമ്മറത്തിട്ടിരുന്ന ചവിട്ടിയൊക്കെ ഞാൻ പുറത്തേക്ക് ഇട്ടിരുന്നു വെയിലത്ത്. അതെല്ലാം കൂടി ഇതാ ഉമ്മറൊക്കെ ഉണങ്ങി വൃത്തിയായപ്പോൾ അങ്ങോട്ട് തന്നെ വിരിച്ചിടുകയാണ് കേട്ടോ. രാവിലെ തൊട്ട് ഉച്ച വരെ സമയം വേഗം പോകും കേട്ടോ. ഓരോ ചെറിയ ചെറിയ ജോലികളുണ്ടാവും, ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ജോലികൾ. അപ്പോൾ സമയം പോണത് അറിയേയില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ടി വരിക. ഇപ്പോൾ പിന്നെ സമയം കണ്ടെത്താൻ ഞാൻ വേറൊരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. വീണ്ടും പച്ചക്കറി കൃഷി തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കുറേ പരിപാടികളുണ്ട്. കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടികൾ അതൊക്കെയാണ്. പിന്നെ ഞാനിതാ ഈ ഭാഗത്ത് വീടിൻ്റെ ഇപ്പുറ സൈഡിലായിട്ട് ചെറിയൊരു സംഭവം നട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫോണിൽ കണ്ടതാണേ. എന്താ ഉരുളക്കിഴങ്ങ് കേട് വന്നൊരു ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു. അത് ഞാനിതാ നട്ടിട്ടുണ്ട്. ഞാൻ നട്ടത് നമ്മളെ ഒരു റബ്ബർ കൊട്ടല്ലേ, അതിലാണ്. ചരലും മണ്ണൊക്കെ നിറച്ചിട്ടാണ് കേട്ടോ, കരിയിലൊക്കെ നിറച്ചിട്ട് അതിലാണ് നട്ടത്. അപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല, ഉണ്ടാവുമോയെന്ന് അറിയില്ല. ഒരുപാട് കിഴങ്ങുണ്ടായാൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു, ചായ കുടി കഴിഞ്ഞു, ചെടി നനച്ചു, അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു, ചെടി നനക്കലും കഴിഞ്ഞു. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരു മൂഡ് ഓഫായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആരുമില്ല, ഒറ്റയ്ക്ക് സംസാരിക്കാനും ആരുമില്ല. അപ്പം ഇങ്ങനെ ഭയങ്കര ഒരു ഫീലിംഗ്. പിന്നെ ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് പോകുന്ന മൂഡ് ഓഫ് ഇനിയും മാറിയിട്ടില്ല. എന്താ പറയുക, ഒരു 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 എന്തോ ഒന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ ഫെബ്രുവരി 10 വന്നാണ് ഞാനിവിടെ. വീട്ടിൽ 12 ദിവസമായിട്ട് വന്നു. അന്ന് വന്നിട്ട് പിന്നെ ഞാനൊരു വ്ളോഗും ചെയ്തിട്ടില്ല. ചെറിയ ഷോട്ടൊക്കെ ഇങ്ങനെ ഇട്ടെന്നല്ലാതെ വ്ളോഗും ചെയ്തിട്ടില്ല. ഭയങ്കര മൂഡ് ഓഫ്. ഇതും ഇങ്ങോട്ട് മാറുന്നില്ല. കുട്ടികളൊക്കെ ഇങ്ങനെ പിരിഞ്ഞ് പോകുന്നിട്ടൊക്കെ എന്തൊക്കെയോ സങ്കടം. ലച്ചുമോള് വിളിക്കുമ്പോൾ പറയും, എന്തിനാ അമ്മയെ നിങ്ങൾ അങ്ങോട്ട് പോയത്? നമ്മളെ വീട് ഇതല്ലേ, അമ്മയെ എന്തിനാ അങ്ങോട്ട് പോയത്? അതിങ്ങനെ പറയുമ്പോൾ എന്തോ ഒരു സങ്കടമാണ്, ചിരിയും വരും. അപ്പോൾ ഞാൻ പറയും, ഇവിടെ അച്ചച്ചനെ അതിന് ഇവിടുത്തെ ഒരു അമ്മമ്മ അച്ചച്ചനുണ്ട്, അവർക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കി കൊടുക്കാനാവില്ല, അപ്പോൾ ഞാൻ അതിന് പോവാണ്, ഞാൻ പിന്നെ വരാട്ടോ എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നതേ നിറയെ വിത്ത് കൊടുന്നിട്ടുണ്ടായിരുന്നു.
അത് അമ്മേൻ്റെ വീട്ടിൽ പോയപ്പോൾ മാമൻ തന്നതാണ് എൻ്റെ അമ്മ. ഹൈബ്രിഡ് വിത്തുകളാണ് കേട്ടോ. അപ്പോൾ ഉണ്ട്, വെണ്ടുണ്ട്, വെള്ളരിയുണ്ട്, പിന്നെ മറ്റേ കക്കിരിക്കുണ്ട്, ഒക്കെ ഹൈബ്രിഡ് വിത്തുകളാണ്. നോക്കണം. അങ്ങനെ കുറേ പണികളുണ്ട്. അമ്മക്കിളിയും പിള്ളേരും ഉണ്ട് കേട്ടോ. ഭയങ്കര കൊത്തലാട്ടോ, നല്ല കൊത്തല. ഇന്ന് രാവിലെ തന്നെ എനിക്കൊരു കൊത്തിട്ടി. പിള്ളേരും ഉണ്ട്, അമ്മക്കിളിയുണ്ട്. ബാ 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 ബാ. ബാ 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 ബാ. കോഴിയെ കളിക്കല്ല കോഴിയെ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കുത്തിയിരുന്നു കേട്ടോ. മൂഡ് ഓഫ് മാറണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കണം. വെറുതെ ഇരുന്നാൽ നമുക്ക് മൂഡ് ഓഫ് തന്നെ ആയിരിക്കും. പിന്നെ ഏതൊരു സാഹചര്യത്തിന് നമ്മൾ പൊരുത്തപ്പെട്ട് ജീവിക്കുകയാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ അടുക്കളപ്പണി, ചോറ് വയ്ക്കണം, കറി വയ്ക്കണം, അങ്ങനെ കുറച്ച് തിരക്കുകൾ, പണികളെല്ലാം കഴിഞ്ഞിട്ട് വേണം പുതിയ കൃഷി രീതി തുടങ്ങാൻ. ഇപ്പം ഇനി കിച്ചൺ വർക്ക് സ്റ്റാർട്ടഡ്. ശരിക്ക് അടുക്കളപ്പണി എന്ന് പറഞ്ഞാൽ ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പെട്ടെന്ന് പണി തീർക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സമയം ലാഭിക്കാം. ഇപ്പോൾ തീയൊക്കെ പിടിപ്പിക്കാൻ ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് ആ പ്രശ്നം തന്നെയല്ല. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല. ഉച്ചയ്ക്ക് ചോറ്, പിന്നെ മീൻ കറി വയ്ക്കണം, പിന്നെ ഉപ്പേരി, അത്രയേ ഉള്ളൂ. അപ്പോൾ മീൻ വാങ്ങാൻ അമ്മ വളയത്ത് പോയിട്ടുണ്ട് കേട്ടോ. അമ്മ മാവേലി സ്റ്റോറിൽ പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞ്, പിന്നെ അമ്മേൻ്റെ ചെറിയ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ അമ്മ തന്നെ കേട്ടോ ഒറ്റയ്ക്ക് പോവാറ്. അപ്പോൾ അമ്മ വളയത്ത് പോയതാണ്. അമ്മ വരുമ്പോഴേക്കും ചോറൊക്കെ വേഗം വയ്ക്കുകയാണ് കേട്ടോ. മീൻ അമ്മ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാറില്ലേ, 11:30 മണിയാകുമ്പോൾ ഒരു 12 മണി 11:30 ഉള്ളിൽ ഞങ്ങൾക്കൊരു ചായ കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ചായക്ക് കൂട്ടാനുള്ള ചായയുടെ കടിയും അമ്മ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ചോറ് വയ്ക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ അടുക്കളപ്പണി എടുക്കുമ്പോഴും പെണ്ണുങ്ങൾ മറക്കുന്നൊരു കാര്യമുണ്ട്, വെള്ളം കുടിക്കാൻ. ഈ വേനൽക്കാലത്ത് വെള്ളം നന്നായിട്ട് കുടിക്കണം കേട്ടോ. അത് എന്ത് വെള്ളമാണെങ്കിലും, ജ്യൂസാണെങ്കിലോ ലൈമ് പോലത്തെ സാധനങ്ങളാണെങ്കിലോ ഇനി പച്ചവെള്ളമാണെങ്കിലോ വെള്ളം നന്നായിട്ട് കുടിക്കുക. ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും വെള്ളം നല്ലോണം കുടിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം വരും. എനിക്ക് വെള്ളം ഒന്ന് കുടിക്കൽ കുറഞ്ഞാൽ തന്നെ പ്രശ്നമാണ്. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷനൊക്കെ വേഗം വരാൻ സാധ്യതയുള്ള സമയമാണ് ഈ വേനൽക്കാലം. അപ്പോൾ എല്ലാവരും വെള്ളം കുടിക്കാൻ മറക്കണ്ട കേട്ടോ. ഞാനിത് നിങ്ങളോട് പറയണത് ഞാനെപ്പോഴും മറക്കും, അതുകൊണ്ടാട്ടോ ഞാനീ പറയുന്നത്. അങ്ങനെ അമ്മ വന്നു കേട്ടോ. അമ്മ മാവേലി സ്റ്റോറിൽ പോയി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് എൻ്റെ കയ്യിലത്തെ മൈലാഞ്ചി ഉണ്ടോ, അതും അതിൻ്റെ ഇടയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഈ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കിയേക്കൂലേ, അമ്മമാരും അച്ഛന്മാരൊക്കെ പുറത്ത് പോയാൽ എന്തെങ്കിലും കൊണ്ടുവരുമോ എന്നറിയാൻ വേണ്ടി. അതേപോലെ അപ്പോൾ മിഠായിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴിതാ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ. മാവേലി സ്റ്റോറിൽ നിന്ന് കിട്ടിയത് പഞ്ചസാര ഉണ്ട്, പരിപ്പുണ്ട്, ചെറുപയറുണ്ട്, പിന്നെ മുതിരയുണ്ട്, പിന്നെ വൻപയറുണ്ട്, പിന്നെ കടലുണ്ട്, പിന്നെന്താ അരി കൊണ്ടുവന്നിട്ടുണ്ട്, ചായപ്പൊടിയുണ്ട് കാര്യമായിട്ട്. പിന്നെ കടുകുണ്ട്, ഉലുവയുണ്ട്. പിന്നെ കാര്യമായിട്ട് അമ്മ പോയത് മുളകിന് വേണ്ടിയിട്ടാട്ടോ. പക്ഷേ മുളക് മാവേലി സ്റ്റോറിലില്ല. ഇപ്പോൾ 5-6 മാസമായിട്ട് ഞങ്ങൾ മാവേലി സ്റ്റോറിൽ നിന്ന് മുളക് വാങ്ങി അങ്ങനെ പൊടിപ്പിച്ചെടുത്ത മുളക് പൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മുളക് പൊടി കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഇനി മുളക് വാങ്ങി ഒന്നുകൂടെ പൊടിപ്പിക്കണം. നമ്മൾ മായമില്ലാത്ത മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാമല്ലോ. മഞ്ഞൾപ്പൊടി ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് മഞ്ഞൾ. ഇനി അത് പൊടിച്ചുണക്കിയിട്ട് വീട്ടിൽ നിന്ന് കുറച്ച് കൊണ്ടുവരണം കരുതുന്നുണ്ട്. അപ്പോൾ പയറുവർഗ്ഗങ്ങൾ മൊത്തം ഞാൻ ഓരോ ടിന്നൊക്കെ ഒഴിച്ചിട്ട് ആ ടിന്നിലേക്ക് ഇങ്ങനെ ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ. കവറിൽ ഞാനങ്ങനെ വെക്കാറില്ല. ഇങ്ങനെ ടിന്നുകളൊക്കെ ഒഴിഞ്ഞ ടിന്നുകളുണ്ടെങ്കിൽ വലുതോ ചെറുതോ ഒന്നും നോക്കുന്നില്ല, അതിലൊക്കെ ഇങ്ങനെ പയറുവർഗ്ഗങ്ങൾ മൊത്തത്തിൽ ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് കേട് വരുമൊന്നുമില്ല. പിന്നെ ഇവിടെ പയറുവർഗ്ഗങ്ങളാണെങ്കിലും പരിപ്പ് വർഗ്ഗങ്ങളാണെങ്കിലും എല്ലാവരും എന്തുണ്ടാക്കിയാലും കഴിക്കും കേട്ടോ. ആർക്കും പ്രത്യേകം ഇന്നത് വേണമെന്നില്ല വാശിയൊന്നുമില്ല.
നമ്മളെന്താണോ ഉണ്ടാക്കുന്നത് അത് ഇവർ കഴിക്കും. പിന്നെ പയറാണെങ്കിലും ചെറുപയറാണെങ്കിലും കടലയാണെങ്കിലും ഒക്കെ ഒന്നുകിൽ നേന്ത്രക്കായ ഇട്ടിട്ട് പുഴുങ്ങുക, അല്ലെങ്കിൽ കപ്പ ഇട്ടിട്ട് പുഴുങ്ങുക. അങ്ങനെ പുഴുക്കാണ് കേട്ടോ ഇവിടെ അധികം ഉണ്ടാക്കാറ്. അങ്ങനെ അമ്മ ദാ 3-4 അയിലയും കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇന്ന് മീൻ വറ്റിച്ചൊരു കറി ഉണ്ടാക്കണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും മിഠായി എന്തെങ്കിലും കൊണ്ടുവരുമോ, കൊണ്ടുവന്നത് ഇതാണ് കേട്ടോ. അതായത് മധുരമുള്ള ബണ്ണ്, അതായത് വട്ടത്തിന് ഒരു ദോശേൻ്റെ അത്ര വലുപ്പത്തിൽ കട്ടിയിൽ മധുരമുള്ള ബണ്ണാണ് കേട്ടോ ഇത്. അതായത് ഇതിൽ ടൂട്ടി ഫ്രൂട്ടി, പിന്നെ ശർക്കര, നാളികേരം, പഴം അങ്ങനെയൊക്കെ വെച്ചിട്ട് സ്റ്റഫ് ചെയ്തെടുത്ത ബണ്ണാണ് കേട്ടോ. ഇത് കേക്ക് പോലെയാണ് കേട്ടോ മുറിച്ചെടുക്കുക. കണ്ടോ, ഇതിൽ വെളുത്ത എള്ളും ഉണ്ടാവും കറുത്ത എള്ളും ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് മസാല ബണ്ണ് എന്ന് പറഞ്ഞിട്ടൊരു ബണ്ണുണ്ട്. അത് നമ്മളെ പപ്സ് ഇല്ലേ, പപ്സിൻ്റെ ഉള്ളിലൊക്കെ വെക്കുന്ന മസാല അല്ലേ, അങ്ങനത്തെ മസാല ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സ്റ്റഫ് ചെയ്തെടുത്ത മസാല ബണ്ണ്. ഇത് മധുരമുള്ള ബണ്ണ്. ഇത് എൻ്റെ നാടായ മലപ്പുറം ജില്ലയിൽ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്കുള്ളതാ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചോറ് ഇതാ റെഡിയായി. പിന്നെ സാമ്പാർ വെച്ചിട്ടുണ്ട്. സാമ്പാർ നല്ല ചൂടായതുകൊണ്ട് കുറച്ചിതാ കോരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. പിന്നെ അയിലമീൻ മുളകിട്ടിട്ട് ഒരു ഇച്ചിരി ചാറോട് കൂടിയുള്ളൊരു കറി. പിന്നെ ഉപ്പേരി പയറാണ് കേട്ടോ, അത് ഗ്യാസ് അടുപ്പിൽ വെന്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ചോറും കറികളൊക്കെ ആയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ കേട്ടോ. ഈ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.